കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പ്രധാന വിഷയത്തെ ആധാരമാക്കിയാണ്. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 10ാമത്തെ പാഠമാണ്. പ്രേതാത്മവാദത്തെ തുറന്ന് കാണിക്കപ്പെടുന്നു എന്നുള്ളതായ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പാസ്റ്റർ VM ജോസഫ് അവറുകൾ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെ ദൈവസ്നേഹത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററേയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. സാത്താൻ്റെ അവസാനത്തെ 2 തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഞായറാഴ്ച ആരാധനയും പ്രേതാത്മവാദവുമാണ് എന്നാണ് നാം ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സാത്താൻ്റെ ഒടുവിലത്തെ തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചാലും ജീവിക്കുന്നു എന്നുള്ളതായ ഒരു വാദമാണ്. മരിച്ച മനുഷ്യൻ്റെ ആത്മാവ് ജീവിക്കുന്നു എന്നുള്ളതായ ഒരു ആദ്യം സാത്താൻ പറഞ്ഞതായ നുണയെ ശരിയാണെന്ന് കാണിക്കത്തക്ക തരത്തിൽ മനുഷ്യരെ വിശ്വസിപ്പിക്കലാണ്. അപ്പോൾ ഇത് പൊളിച്ചടുക്കുന്ന അഥവാ തുറന്നു കാണിക്കുന്ന ഇതിൻ്റെ മിഥ്യ വാദങ്ങളെ തുറന്നു കാണിക്കുന്നതായ ഒരു പാഠം കൂടെയാണ് ഇന്നത്തെ പാഠം. ഈ പാഠത്തിൽ അനേക വേദപുസ്തക സത്യങ്ങളെ വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് അതിന് ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. പാസ്റ്റർ ബിനോയ്, തിരുവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ മരിക്കും. എന്നാൽ ഇന്ന് അനേക മനുഷ്യർ പറയുന്നത്, ഒരടിസ്ഥാനവുമില്ലാതെ പറയുന്നത് മനുഷ്യൻ മരിച്ചാലും ജീവിക്കും. വാസ്തവമായി മനുഷ്യൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത് വാസ്തവമാണ്. അത് വിശുദ്ധന്മാരാണെങ്കിൽ മാത്രമാണ് മനുഷ്യൻ മരിച്ചാലും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അതല്ല എങ്കിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നില്ല? ജീവിക്കുന്നില്ല. അവനൊന്നും അറിയുന്നില്ല. ഇത് ദൈവവചനം പറയുന്നതായ ഒരു വസ്തുതാപരമായ സത്യമാണ്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ മരിച്ചാലും ജീവിക്കും എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ പൊള്ളത്തരം എങ്ങനെയാണ് നമുക്ക് തുറന്നു കാട്ടുവാൻ കഴിയുന്നത്? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനോടും ഹവയോടും ദൈവം പറഞ്ഞു, നീ തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. അപ്പോൾ പിശാച് വന്ന് അത് കഴിപ്പിക്കാൻ വേണ്ടി പറയുന്നു, നീ ഇത് കഴിച്ചാൽ മരിക്കയില്ല. ദൈവം പറഞ്ഞു മരിക്കുമെന്ന്. നീ മരിക്കയില്ല നിശ്ചയം എന്ന്, അത് നീ ദൈവത്തെ പോലെ ആകും, നിൻ്റെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഹവയെ പറ്റിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം അന്നു മുതൽക്ക് നിലനിൽക്കുകയാണ്. മരിച്ച ആളുകളുടെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട്, ഒരു ജീവനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ അത് അരൂപമായിട്ട് നടക്കുകയും ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുകയും അത് പ്രേതമായി അല്ലെങ്കിൽ രൂപമില്ലാത്തതായി വന്ന് ആശയവിനിമയം നടത്തുകയും ചെയ്യും. അത് ജീവിച്ചിരിക്കുന്നു. ചില ക്രിസ്തീയ സഭകൾ അത് സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സഭയിലേക്ക് കടന്നു വരുന്നത് അജ്ഞാന റോമയിൽ നിന്നാണ്. എല്ലാ പുരാതന സംസ്കാരങ്ങളിലും ഇത്തരം ഒരു ആശയം നിലനിൽക്കുന്നുണ്ട്. അതിനെ ഈ മധ്യകാല സഭ സ്വീകരിച്ചതാണ് ഈ ആശയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത്, ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, ദേഹത്തെയും ദേഹിയെയും കൊല്ലാൻ കഴിയുന്ന ദൈവത്തെയാണ് ഭയപ്പെടേണ്ടുന്നത്. അപ്പോൾ ദേഹത്തെയും ദേഹിയെയും രണ്ടിനെയും മരണത്തിന് നശിപ്പിക്കാൻ കഴിയുമെന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ മരിക്കാത്ത മനുഷ്യനിൽ ഒന്നില്ല. കാരണം ദൈവം മാത്രമേ മരണമില്ലാത്തവനായിട്ടുള്ളൂ. മരണമില്ലാത്ത നമ്മളിൽ അരൂപിയായി ഉണ്ടെന്ന് പോലും നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന് സമനാണ്, ദൈവത്തിന് തുല്യമാണ് എന്ന് ഉള്ളൊരു വാദഗതിയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടി വരും. ഇത് പറയുന്നത് മനുഷ്യൻ മരിക്കുന്നു, മറ്റൊന്നും ഇല്ല. പാസ്റ്റർ ജോസഫ്, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നാം അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് കാലേകൂട്ടി
മനുഷ്യൻ്റെ ഉൽപ്പത്തിയുടെ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യനോട് പറഞ്ഞിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ മരിച്ചവരുടെ അടുക്കലേക്കോ മരിച്ചവരുടെ ആത്മാവിനെ അന്വേഷിച്ചോ പോകരുത് എന്നൊക്കെ വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നു. സാത്താനോട് നിങ്ങൾ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്, സാത്താൻ്റെ ആലോചന നിങ്ങൾ തേടരുത് എന്നൊക്കെ വേദപുസ്തകത്തിൽ പല രീതിയിൽ ഇത് ഞാൻ എൻ്റേതായ വാക്കുകളിൽ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ, അതായത് സോഷ്യൽ മീഡിയ വഴി എന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്, ഈ മന്ത്രവാദികളുടെയും ശകുനവാദികളുടെയും ആഭിചാരകന്മാരുടെയും അടുക്കൽ പോയി ആലോചന തേടുന്നതിനെക്കുറിച്ച് വേദപുസ്തകം എന്താണ് പറയുന്നത്? വേദപുസ്തകത്തിൽ ഒരു വ്യക്തി അങ്ങനെ പോയതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ശൗൽ രാജാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് അന്വേഷിക്കാൻ വേണ്ടി വെളിച്ചപ്പാടത്തിൻ്റെ പോയായിട്ട് ദൈവം പറയുന്നു. അപ്പോൾ ദൈവം വെറുത്തുള്ള കാര്യമാണ്. അഭിചാരന്മാരെയും വെളിച്ചപ്പാടന്മാരെയും എല്ലാം കൊന്നുകളയാണ് ദൈവം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്ന് ആധുനിക യുഗത്തിൽ ഈ ചിന്താഗതി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഓജോ ബോർഡ് എന്ന് പറയുന്നത് യുവ തലമുറ അതിൽ ഇതിനോട് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ അവരുടെ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചെല്ലി അതിന് പുറത്തൊരു നാണയം വയ്ക്കുകയും ആ നാണയം സഞ്ചയിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഗതി നോക്കിയിട്ട് ഫലം പറയുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഇന്നും പോകുന്നുണ്ട് ഈ കൈനോട്ടക്കാരുടെ അടുത്തും അതുപോലെ പ്രശ്നം വയ്ക്കുന്നവരുടെ അടുത്തും ഒക്കെ പോയി മനുഷ്യർ പോകുന്നുണ്ട്. ഭാവിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പോകുന്ന ധാരാളം പേര് നമുക്കിന്നും കാണാം. ഈവൻ ക്രിസ്ത്യാനികൾ പോലും അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ ഭാവി പോകുന്ന വർത്തമാനമൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്ന ധാരാളം പേരുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ മരിച്ചവർ തങ്ങളോട് സംസാരിക്കും എന്നുള്ള ചിന്തയിലാണ് വിദ്യാസമ്പന്നർ പോലും പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പ്രശസ്തനായ ഒരു ജഡ്ജി, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച് സ്വർഗത്തിലാണ്. അയാളൊരു മാധ്യമത്തിലൂടെ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അതിനെക്കുറിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ സുഖമായിരിക്കുന്നു, മറ്റു പ്രയാസങ്ങളൊന്നുമില്ല എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതി അതിനെക്കുറിച്ച്. മനോരമ പത്രത്തിൽ ഒരു തുടർ ലേഖനം അദ്ദേഹം എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഈ അന്ധവിശ്വാസം പരത്തുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ വിനോദ് സൂചിപ്പിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നു. പിന്നെ അവൻ്റെ കർത്താവിൻ്റെ മനഃപാഠവാക്യം പറഞ്ഞാൽ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തോടും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എടുത്ത് നിൽക്കും, മുൻപേ ഉയർത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിച്ച ക്രിസ്തുവിൽ ജീവിക്കണം, അവർ മാത്രമേ മരിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ളവരാണ് ആദ്യം ഉയർത്തെഴുന്നത്. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെടും, മേഘങ്ങൾ കർത്താവിനോട് എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലാം ഇപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഈ വേദപുസ്തകം നമ്മുടെ ഭാവിയും ഭൂതം വർത്തമാനം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. മാധ്യമങ്ങളിലൂടെ നമുക്കൊരു കാലത്തും അത് സാത്താൻ്റെ ഒരു തെറ്റായ പഠനമാണ്. സാത്താൻ അങ്ങനെ മനുഷ്യരെ ആ വിധത്തിൽ വളർത്തി ആ രീതിയിൽ അവർ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താൻ്റെ ആ ചിന്താഗതിയാണ് ഈ മാധ്യമങ്ങളിലൂടെ ഭൂതവും ഭാവിയും വർത്തമാനം അറിയാൻ ശ്രമിക്കുന്ന ആ രീതിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ എവരെയും സ്വാഗതം ചെയ്യുന്നു. മരണത്തിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ത് എന്നതിനെക്കുറിച്ചും സാത്താൻ പ്രചരിപ്പിക്കുന്നതായ നുണകൾ എന്ത് എന്നുമുള്ളതാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനോയ്, ഒരു നീതിമാനായ മനുഷ്യൻ സ്വർഗത്തിൽ എങ്ങനെയാണ്? ഒരു നീതിമാനായ മനുഷ്യന് സ്വർഗത്തിലെത്താൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെ കാത്തിരിക്കുക. പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അതുവരെയും മരിക്കുന്ന എല്ലാ വ്യക്തികളും കല്ലറയിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാനായി കാത്തിരിക്കുന്നുവെന്നേ ഉള്ളൂ എന്നാണ് ബൈബിൾ പറയുന്നത്. ചില പുരോഹിതന്മാരും ഉപദേശിമാരും പാസ്റ്റർമാരും ഒക്കെ പറയുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് എന്ന് പറയും, ഇവിടെ ജീവൻ പോയെങ്കിലും നാം ദുഃഖിക്കേണ്ടതില്ല, കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പാസ്റ്ററും കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ വസ്തുത എന്താണ്? യഥാർത്ഥത്തിൽ അങ്ങനെ ആരും സ്വർഗത്തിലേക്ക് പോകുന്നില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരാതെ ആർക്കും സ്വർഗത്തിലേക്ക് മനുഷ്യർക്ക് പോകാനായിട്ട് കഴിയത്തില്ല. കാരണം അവരുടെ പാപവിമോചനം നടന്നിട്ടില്ല, രക്ഷാപദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഇങ്ങനൊരു ആത്മാവ് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തിന് മാത്രമേ മരണമില്ലാത്തതുള്ളൂ. അങ്ങനെ ഒരാളങ്ങ് സ്വർഗത്തിൽ പോകാൻ കഴിയുമെങ്കിൽ പിന്നെ അതിന് യാതൊരു അർത്ഥവുമില്ല. മാത്രവുമല്ല, നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതായ സംഗതികളെന്ന് പറയുന്നത് ഈ സൗന്ദര്യവർദ്ധിത വസ്തുക്കൾ, മുടി വളരാനുള്ളതായ വസ്തുക്കൾ. നാം ഒരു തെളിയിക്കപ്പെടാത്തതായ ഏതൊരു വസ്തുവും പരസ്യം ചെയ്തു കഴിഞ്ഞാൽ അത് വാങ്ങാൻ ധാരാളം പേര് കാണും.
ഒരു മനുഷ്യൻ മരിച്ചാൽ അവന് ജീവിക്കുവാൻ കഴിയുന്നതായ ഒരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വില കൂടിയതായ വസ്തു അതായിരിക്കും. ഇനി അതും കൂടെ മാത്രമേ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉള്ളൂ. പാസ്റ്റർ, വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ അവസ്ഥയെക്കുറിച്ചും എന്താണ് പറയുന്നത്? സഭാപ്രസംഗ പുസ്തകം 9 അധ്യായത്തിൽ 5-ാമത്തെ വാക്യം പറയുന്നത്, മനുഷ്യൻ ഇരിക്കുന്നവർ തങ്ങൾ മരിക്കുമെന്നറിയുന്നു, എന്നാൽ മരിച്ചവരോ ഒന്നും അറിയുന്നില്ല, അവർ നിദ്രയിലകപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കാഹള ശബ്ദം കേൾക്കുന്നവരെ അവരുടെ പ്രതിഫലം പ്രാപിക്കാൻ അവർ നിദ്രയിലായിരിക്കും. അവരൊന്നും അറിയുന്നില്ല. അവർക്ക് ഈ ഭൂമിയുടെ കീഴിൽ ഉള്ള യാതൊരു നിദ്രയിലും പിന്നെ ഓഹരിയും പങ്കുമില്ല എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. അത് ഒരു നിദ്രയിലേക്ക് പോയി. കർത്താവ് തന്നെ ലാസറിൻ്റെ കല്ലറയ്ക്ക് കർത്താവ് ഞാൻ അവനെ ഉണർത്താൻ പോകുമെന്ന് പറഞ്ഞു. നമ്മുടെ സഹോദരനായ ലാസർ ഉറങ്ങുകയാവുന്നു, ഞാൻ അവനെ ഉണർത്താൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം മരണത്തെ ഒരു ഉറക്കത്തോടാണ് കർത്താവ് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ഉറക്കം കഴിഞ്ഞ് അവന് എഴുന്നേൽക്കുന്നവരെ, അത് അപ് ടു ദ കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവ് വരെ എല്ലാവരും മണ്ണിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ജീവനോടുള്ളവർ രൂപാന്തരപ്പെട്ട് കർത്താവിനോട് ചേരുകയും ചെയ്യും. പാസ്റ്റർ ബിനോയ്, പഴയ നിയമപുസ്തകത്തിലും പുതിയ നിയമപുസ്തകത്തിലും മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഈ 2 പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത് ഒരു ഏകോപനമായ രീതിയിലാണോ അതോ വ്യത്യസ്തപ്പെടുത്തുകയാണോ ഈ 2 പുസ്തകങ്ങളിലും, പഴയതിലും പുതിയതിലും, മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പറയുന്നത്? മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും 2 പുസ്തകങ്ങൾക്കും ഒരേ ആശയം തന്നെയാണ് പറയാനുള്ളത്. അവിടെ വ്യത്യസ്തമായ യാതൊരു കാര്യവും പറയാനില്ല. ലാസറിനെ കുറിച്ച് പറയുന്നത് ഉറങ്ങുകയാണ് എന്നുള്ളതാണ്. ശിഷ്യന്മാർ കരുതി ശരിക്കും ഉറങ്ങുവാണെന്ന്. പക്ഷേ യേശു പ്രത്യേകിച്ച് അവിടെ എടുത്ത് പറയുന്നുണ്ട്, അവൻ മരിച്ചു എന്ന് പറയുന്നുണ്ട്. 21-25 യേശു പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 2 തിമോത്തിയോസ് 1:10 പറയുന്നത്, സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെട്ടു വന്നു എന്നാണ്. 1 Corinthians 15:51 മുതൽ 54 വരെ, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിൽ കാഹളം തുനിക്കുമ്പോൾ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നാണ് പറയുന്നത്. ഇത് മഹത്വകരമായ മടങ്ങിവരനെ ആണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിലും ഇത് തന്നെയാണ് ആശയം. പഴയ നിയമ കർത്താക്കളും പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്, വാഗ്ദത്ത പിതാക്കന്മാർ ഇപ്പോഴും കല്ലറകളിൽ വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗമാണ്. അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധന്മാരുടെ പട്ടിക നിരത്തിയതിനു ശേഷം അവർ നമ്മെ കൂടാതെ വാഗ്ദത്തം പ്രാപിക്കാതിരിക്കേണ്ടതിന്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രത്യാശയാണ്. പാസ്റ്റർ, മരിച്ചവരാരും അബ്രഹാമിൻ്റെ മടിയിലോ സന്നിധിയിലോ അല്ലെങ്കിൽ ദൈവസന്നിധിയിലോ പോകുന്നില്ല എന്ന് തിരുവചനത്തിലൂടെ നാം പഠിക്കുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചതായ എല്ലാ വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുകയും യേശുക്രിസ്തുവിൻ്റെ അടുക്കലും അബ്രഹാമിൻ്റെ സന്നിധിയിലും ദൈവസന്നിധിയിലും ഒക്കെ പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ ഈ മരണത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഉയർപ്പ് ഒരു വലിയ പ്രത്യാശയായി നമ്മിൽ നിലനിൽക്കുവാൻ എന്താണ് കാരണം? കർത്താവ് തന്നെ അതിനൊരു മുഖാന്തരമായിട്ട് തീർന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് താൻ പറഞ്ഞ പോലെ തന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ ഭേദിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി. ആ കർത്താവ് നമുക്കും അതുപോലെ ഒരു അവസരമാണ് ഒരുക്കുന്നത്. നീതിമാന്മാർക്ക്, ദൈവകൽപ്പന യേശുവിൻ്റെ വിശ്വാസം കാത്തുകൊണ്ട് ഇസ്തിൽ വേർപാട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതേ പ്രതിഫലമാണ് കർത്താവ് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കും കർത്താവിനോട് ചേരാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യമാണ്, അതൊരു ഭാഗ്യകരമായ പ്രത്യാശയാണ് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ ഇരിക്കുന്നിടത്ത്, കർത്താവ് ഇരിക്കുന്ന സ്വർഗത്തിലാണ് നമുക്കറിയാം, ആ ഇരിക്കുന്നിടത്ത് നമ്മളെ പ്രവേശിപ്പിക്കുക. അത് നാം മരിച്ചു കഴിഞ്ഞാൽ വിശുദ്ധിയോടെ ജീവിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റും ജീവനോടെ ശേഷിക്കുന്നെങ്കിൽ രൂപാന്തരപ്പെട്ടും കർത്താവിനോട് ചേരും. അപ്പോൾ ആ വിശുദ്ധന്മാർക്ക് മാത്രമേ ആ അവസരം ദൈവം ഒരുക്കിയിട്ടുള്ളൂ. നാം ഈ ലോകത്തിൽ നോക്കുമ്പോൾ നൂറുകണക്കിന് മതങ്ങളും ആയിരക്കണക്കിന് വിശ്വാസങ്ങളും കോടിക്കണക്കിന് വിശ്വാസികളും ഉള്ളതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഇതെല്ലാം വിഭിന്നമായി ഉണ്ടെങ്കിലും കർത്താവായ യേശുക്രിസ്തു മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. ആ കർത്താവ് മാത്രമാണ് ഞാൻ വീണ്ടും വരും എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു മതസ്ഥാപകരോ മത നേതാക്കളോ വിശ്വാസത്തിന് കാരണമായിരിക്കുന്നതായ ഒരു വ്യക്തികളോ ദേവന്മാരോ ദേവികളോ ആര് തന്നെ ആയിക്കോട്ടെ, ആരും അവർ മടങ്ങി വരുമെന്ന് ഇതുവരെയും ആരോടും വാഗ്ദത്തം ചെയ്തിട്ടില്ല. മാത്രവുമല്ല, കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ നോക്കി നിൽക്കുകയാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോകുന്നത്. അവർക്ക് ലഭിച്ചതായ വാഗ്ദത്തം, ഞാൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും
എന്നുള്ളതായ ഒരു പ്രത്യാശ. ഈ പ്രത്യാശ മനുഷ്യ കുലത്തിന് മൊത്തമായി, ക്രിസ്ത്യാനികൾക്ക് മാത്രമെന്നല്ല, മനുഷ്യകുലത്തിന് മൊത്തമായ ഒരു പ്രത്യാശ നൽകുന്നതായ ഒരു വാഗ്ദത്തമാണ്. അവൻ വീണ്ടും വരും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത് പോലെ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ ഈ രണ്ടാമത് പ്രത്യക്ഷനാകുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ മരിച്ചതായ എല്ലാ മൃതന്മാരും ഉയർത്തെഴുന്നേൽക്കുന്നതെന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ അതുവരെ മരിച്ചു കിടക്കുന്നവരാരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല, ആരും ദൈവരാജ്യത്തിൽ പോകുന്നില്ല, അവർക്ക് പ്രതിഫലവും ലഭിക്കുന്നില്ല. ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത് എപ്പോൾ? ദുഷ്ടന്മാർ എപ്പോഴാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്? ദുഷ്ടന്മാരുടെ ന്യായവിധി എപ്പോഴാണ്? വിശുദ്ധന്മാർ 1000 വർഷം എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് നാം ചർച്ച ചെയ്യും. ഞങ്ങളോടൊപ്പമായിരിക്കുക. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, മരിച്ച മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സാത്താൻ തൻ്റെ വഞ്ചന എപ്രകാരമാണ് ഈ ലോകത്തിലുള്ളതായ ദൈവമക്കളെ പോലും വഞ്ചിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാത്താൻ മനുഷ്യരുടെ ചിന്താശക്തികളെ എങ്ങനെയാണ് അതിക്രമിച്ച് കടക്കുകയും അവരെ ദൈവഭാഗത്ത് നിന്ന് അകറ്റുകയും പലപ്പോഴും ബുദ്ധിഭ്രമം വരെ നൽകി മനുഷ്യരെ വശീകരിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായിട്ടും 2 വശങ്ങളുണ്ട്. ഒന്ന് ആത്മീയമായ ഒരു വേദപുസ്തകപരമായ ഒരു വശമുണ്ട്. മറ്റൊന്ന് ഇന്ന് ഭൗതിക തലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പോലും അറിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ. ഇന്ന് കാർട്ടൂൺ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. നോക്കൂ, മിക്കവാറും എല്ലാ കാർട്ടൂൺ കഥാപാത്രങ്ങളും പ്രേതങ്ങളായിരിക്കും. കുഞ്ഞുങ്ങൾ പറയുന്ന ക്യാരക്ടേഴ്സ് മൊത്തം നന്മ ചെയ്യാൻ വരുന്നു, രക്ഷപ്പെടുത്താൻ വരുന്നു എന്നുള്ള വ്യാജ രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയും അറ്റൻഷനും എല്ലാം ഇത്തരം കഥാപാത്രങ്ങൾ നേടിയെടുക്കുകയാണ്. ആത്മാക്കളായിട്ടുള്ള ഹാരി പോട്ടർ പോലെയുള്ള നോവലുകൾ ഭയങ്കര അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന ഒരു കാലമാണ്. അതൊരു രീതിയാണ്. രണ്ടാമത്തെ മറ്റൊരു രീതി ഇന്ന് ഉപയോഗിക്കപ്പെടുന്ന മീഡിയം പിശാചിനെ തന്നെ ആരാധിക്കുന്ന ആളുകൾ, ഫ്രീ മേഷനറി വർഷിപ്പുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അവരുടെ ആരാധന രീതിയിലെല്ലാം അവർ ഓഫർ ചെയ്യുന്ന ഏറ്റവും ആകർഷകമായ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ മരിച്ചുപോയ ആളുകളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഇവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ആളുകളെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ശാസ്ത്ര കഥകളിലായാൽ പോലും സിനിമകളിലായാൽ പോലും കേന്ദ്ര കഥാപാത്രങ്ങളെല്ലാം നന്മയിലേക്ക് വഴി നടത്തുന്ന എല്ലാ കഥാപാത്രങ്ങളും ഏതെങ്കിലും സ്പിരിറ്റുമായി അല്ലെങ്കിൽ പ്രേത ആത്മാവുമായി, മരിച്ചുപോയിട്ട് ആത്മാവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും കേന്ദ്ര കഥാപാത്രങ്ങളെല്ലാം തന്നെ. മൂന്നാമത് മറ്റൊരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് ഇന്നത്തെ പ്രാദേശികമായി പല കാലങ്ങളായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആവേശങ്ങൾ, ആവേഗങ്ങൾ, നമ്മുടെ നാട്ടിൻ പുറത്തും നമ്മുടെ ജീവിത രീതികളിലും കാണുന്ന രീതിയിലുള്ള കുടിയിരുത്തലുകൾ, ഒഴിപ്പിക്കലുകൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇന്ന് മീഡിയംസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്തു തന്നെ ആയിരുന്നാലും പലപ്പോഴും നമ്മൾ ഇതിനെ അറിഞ്ഞോ അറിയാതെയോ ഒരു ഹീറോ വർഷിപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആരാധന എടുക്കുന്ന തരത്തിലേക്ക് ഇതിനെ ഏറ്റവും നന്നായി പ്രസൻറ്റ് ചെയ്യാൻ കഴിയും. ഗുഡ് സ്പിരിറ്റ് വാ, ബാഡ് സ്പിരിറ്റ് പോ എന്ന് പറയുന്നു. അപ്പം ഗുഡ് സ്പിരിറ്റും ബാഡ് സ്പിരിറ്റും ഉണ്ടെന്ന് പറയുന്നു. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ബാക്കിയെല്ലാം സാത്താൻ്റെ സ്പിരിറ്റുമാണുള്ളത്, അശുദ്ധാത്മാക്കളാണുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും ഗുഡ് സ്പിരിറ്റ് ബാഡ് സ്പിരിറ്റ് എന്ന് സെപ്പറേറ്റ് ചെയ്യുന്നാൽ കുറച്ച് നന്മ ചെയ്യുന്നതും ബാക്കി തെറ്റാണ് എന്നുള്ള ആ ഒരു രീതിയിൽ ഇതിനെ വിവരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 24-5 ഞാൻ ക്രിസ്തു എന്ന് വന്ന് പറഞ്ഞ് പലരും തെറ്റിക്കാൻ വരും എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പോലെ അത്ഭുതങ്ങൾ കാണിച്ച്, അടയാളങ്ങൾ കാണിച്ച് ഏറ്റവും നല്ലതാണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു. കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും വന്ന് കഴിയുമെങ്കിൽ വിശുദ്ധന്മാരെ പോലും തെറ്റിക്കും, ആകാശത്തുനിന്ന് തീ ഇറങ്ങുമാറ് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും എന്ന് പറയുകയാണ്. അവിശ്വസനീയമായ ശാസ്ത്രത്തിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവർക്ക് കാണിക്കാൻ പറ്റും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-9 വാക്യങ്ങൾ
അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വെളിപ്പെട്ടു വരുന്നു, വ്യാപരിക്കുന്നു എന്നാണ്. മനുഷ്യർ കാണുക ആകാശത്തു നിന്ന് തീ ഇറങ്ങുമാറ് വലിയ അടയാളങ്ങൾ കാണിക്കും. ഈ അടയാളങ്ങൾ കൊണ്ട് ഭൂമിയെ തെറ്റിച്ച് കളയുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമയുണ്ടാക്കാൻ പറയുകയും ചെയ്യുകയാണ്. അതായത് നമ്മൾ മുന്നിലത്തെ പാഠത്തിൽ പഠിപ്പിച്ച പോലെ 1798 നെപ്പോളിയൻ ബോണപ്പാർട്ട് അതിനുശേഷം ഉയർത്തു വന്ന ആ ശക്തി ആദ്യത്തെ മൃഗത്തെ ആരാധിക്കാൻ വരും, അതായത് തെറ്റായ ആരാധനാ രീതി പടർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, ജഡത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 ആത്മാക്കൾ പുറപ്പെട്ടു എന്ന് പറയുന്നതാണ്. അത് ശരിക്കും സ്പിരിറ്റിസം, പ്രൊട്ടസ്റ്റാൻറ്റിസം, കാത്തോലിസിസമാണ്. തവളയെപ്പോലെ ആത്മാക്കളെന്ന് കമ്പാരിസൺ ചെയ്യുന്നതിനകത്തൊരു കൗതുകം കൂടെയുണ്ട്. ഇപ്പോൾ സ്പിരിറ്റിസം ആയാലും ചാടലും തുള്ളലും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ എക്യുമെനിക്കൽ കൺവെൻഷനുകളും അല്ലെങ്കിൽ കരിസ്മാറ്റിക് മൂവ്മെൻറ്റുകൾ പോയാലും ഈ തുള്ളലും ചാടലും ബഹളവും ഒരു പ്രത്യേകതയാണ്. ഇനി പ്രൊട്ടസ്റ്റാൻറ്റിസം, ഇന്നത്തെ പ്രൊട്ടസ്റ്റാൻ്റ് സഭകളെ നോക്കിയാലും ഇതിനെല്ലാത്തിനകത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ തവളയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇതെല്ലാം കൂടെ വന്നിട്ട് ദൈവത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായി ദൈവത്തിൽ നിന്ന് മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സ്പിരിച്വലിസം. പ്രേതാത്മവാദത്തെയും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളത്. പാസ്റ്റർ ജോസഫ്, ഇങ്ങനെയുള്ളതായ ഒരു മലിനീമസമായ ഒരു അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. അതായത് ദൈവത്തിൻ്റെ നന്മയെ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സാത്താൻ മുതലെടുക്കുന്നതായ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്ന ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം, അത് എത്രമാത്രം ഈ കാലത്തിൽ പ്രസക്തമാണ്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്ക് സാധിക്കില്ല. വചനം കൂലങ്കഷമായി പഠിക്കുകയും അത് സിസ്റ്റമായിട്ട് അത് ക്രമീകരിക്കപ്പെട്ട വിധത്തിൽ വചനം പഠിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രേതാത്മവാദം അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേർപെട്ട സഭകളെന്ന് അഭിമാനിക്കുന്നതിന് ഇടയിലും പോലും ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഈ വിധത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത, അതാണ് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവകൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊള്ളുന്നവരാണ് വിശുദ്ധന്മാർ, അല്ലാത്തവർ വിശുദ്ധന്മാരെന്ന് പറയാൻ സാധ്യമല്ല. അവർ തീഷ്ണതയോടെ അതുപോലെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരും വേണ്ടി. ഇപ്പോൾ എബ്രായ ലേഖനം 28-ാം വാക്യം പറയുന്നത്, തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാവും. ആ പ്രത്യക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ഇങ്ങനെ സ്ഫുടം ചെയ്തവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ കൽപ്പന യേശുവിൽ വിശ്വാസം കാത്തുകൊണ്ട് വിശുദ്ധിയിൽ വേർപാട് ജീവിക്കുകയും സഹിഷ്ണുതയോടെ നിൽക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാണ് തിരുവനന്തപുരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായവും 21-ാം അധ്യായവും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നവർ വിശുദ്ധന്മാരാണ്. അപ്പോൾ ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാരും വിശുദ്ധന്മാരുമാകുന്നു. രണ്ടാം മരണത്തിന്മേൽ അവരുടെ മേൽ അവകാശം ഇല്ല. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോഴാണ് വിശുദ്ധരായ മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നത്. അല്ലാതെ മനുഷ്യൻ മരിച്ചാൽ ഉടനെ അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ പോയി അല്ലെങ്കിൽ ദുഷ്ടനാണെങ്കിൽ നരകത്തിൽ പോയി എന്നുള്ളതായ പഠിപ്പീര് അത് പൈശാചികമാണ്, വേദപുസ്തകത്തിന് വിരുദ്ധവുമാണ്. കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധന്മാരെ ചേർത്ത് സ്വർഗത്തിൽ പോയി 1000 ആണ്ട് കഴിഞ്ഞതിന് ശേഷം കർത്താവ് യേശു ക്രിസ്തു വീണ്ടും മടങ്ങി വരുമ്പോൾ വിശുദ്ധന്മാർ ഈ ഭൂമിയിൽ പുതിയ യെരൂശലേമുമായി വാഴുവാൻ വരുന്നതായ സമയത്ത് ദുഷ്ടന്മാർ ആ സമയത്ത് ഉയർത്തെഴുന്നേറ്റ് ദൈവരാജ്യം പിടിച്ചടക്കുവാൻ തക്കവണ്ണം വരുമെന്നും അപ്പോൾ അവരെ തീ കൊണ്ട് നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇതല്ലാതെ ഇതിനാലിടയ്ക്ക് അല്ലെങ്കിൽ ഇതിനു മുൻപ് ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുകയോ ദൈവരാജ്യത്തിൽ പോവുകയോ വിശുദ്ധന്മാർ ദൈവരാജ്യത്തിൽ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇത് നമ്മുടെ പ്രേക്ഷകർ വേദപുസ്തക ഭാഗം നന്നായി പഠിച്ച് അവർ അവരുടെ വിശ്വാസം ഉറപ്പിക്കും എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത നിങ്ങൾ ഇരുവരെയും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. പ്രിയ പ്രേക്ഷകരെ, സാത്താൻ്റെ കെണിയിൽ അകപ്പെട്ടു പോകാതെ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ക്രിസ്തുവിൽ പ്രത്യാശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.